കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കോൺഗ്രസിന്റെ ഏറ്റവും സൗമ്യനായ നേതാവായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉള്ളിലെ പൊട്ടിത്തെറികളിലെല്ലാം ശമിപ്പിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എന്താണ് വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ ആ, കരകയറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാരും ഒപ്പം തന്നെ അദ്ദേഹത്തോട് അടുത്ത് ബന്ധമുള്ള ആളുകളും ഒക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചിരിയിൽ തന്നെ, ആ, ആ, അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ തന്നെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും ഒക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതായിരുന്നു ആ, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രവുമല്ല, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അവിടെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക്, സഹകരണ മേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. ഒപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു. അതാണ് കോൺഗ്രസിലെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക്, അല്ലെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ളയുടെയും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം കൊല്ലത്തെ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. വലിയ ധനികനായിരുന്നു. ഏ- ഒരു 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 നാടിന്റെ തന്നെ ഏറ്റവും വലിയ ഈ ഏഹ്, ഏഹ്, വലിയ കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ ഒരംഗമാണ് തെന്നല ബാലകൃഷ്ണപിള്ള. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്വന്തം വസ്തുവകകൾ വിറ്റ് അവസാനം അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതായിരുന്നു എല്ലാവരും, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പറയുകയും ഒപ്പം അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുകയും ചെയ്യുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടിയും തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് വേണ്ടിയും സ്വന്തമായി പൈസ ചെലവാക്കി, എന്നാൽ മറ്റു തരത്തിൽ ഒരു വരുമാനവും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച, പാർട്ടിക്ക് വേണ്ടി സ്വന്തം സ്വത്ത് വിറ്റ് നൽകിയ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഒപ്പം അദ്ദേഹത്തെ ഒരു മികച്ച സഹകാരിയായിരുന്നു. ഒപ്പം സൗമ്യനായ മുഖമായിരുന്നു. കോൺഗ്രസിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ ചേർത്ത് നിർത്താനും, പാർട്ടിക്ക് ഉള്ളിൽ ഒരു വിഭാഗീയത മറ്റു വന്നു കഴിഞ്ഞാൽ അവസാന വാക്കായി എല്ലാവരും കണ്ടിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹം സംസാരിച്ച പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമായിരുന്നു. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും തെന്നല ബാലകൃഷ്ണപിള്ള അങ്ങനെ ആരോടും വാശി പിടിച്ചിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2001 UDFിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ചും അന്ന് KPCC അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം AK ആന്റണി മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയായ AK ആന്റണി ഒപ്പം ഇപ്പുറത്തെ ഭാഗത്തെ മറ്റൊരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന കരുണാകരന്റെ ഗ്രൂപ്പിനുമായി ശക്തനായിരുന്ന മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കണം എന്നൊരു നിർദ്ദേശം വരികയും അങ്ങനെ തെന്നല പദവി ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിൽ ഇത്രയധികം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഉള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്കൊപ്പം ജീവിച്ചിരുന്ന ഒരു നേതാവ് എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ അടൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ബിനോയ്, നമുക്ക് ബിനോയിലേക്ക് തിരികെ എത്താം.